ഡിയർ ഫ്രണ്ട്സ്, വളരെ രുചികരമായി തയ്യാറാക്കിയിട്ടുള്ള 3 റെസിപ്പികളുടെ വീഡിയോയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. 5 മിനിറ്റിനുള്ളിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഈസി റെസിപ്പികളാണ് 3 കേട്ടോ. ഒരു പ്രാവശ്യം എന്തായാലും നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ തയ്യാറാക്കി നോക്കണം. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നല്ല രുചിയാണിത് ചോറിനൊപ്പം കഴിക്കാനായിട്ട്. ആദ്യം തയ്യാറാക്കാൻ പോകുന്നത് ഞാൻ വഴുതനങ്ങ കൊണ്ടുള്ള റെസിപ്പിയാണ്. കുറച്ച് നാടൻ വഴുതനങ്ങ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഒന്ന് നല്ലതുപോലെ കനം കുറച്ച് അരിഞ്ഞെടുത്തതിന് ശേഷം ഒരു പ്രാവശ്യം ഒന്ന് വാഷ് ചെയ്തെടുക്കണേ. എന്നിട്ട് 2 ക്യാരറ്റ് കൂടി കനം കുറഞ്ഞ് നീളത്തിൽ വേണം അരിഞ്ഞെടുക്കാനായിട്ട്. വഴുതനങ്ങയും നീളത്തിൽ വേണം അരിഞ്ഞെടുക്കാനായിട്ട്. ഒരു സവാള നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞെടുക്കാം. എന്നിട്ട് കടായി ചൂടാക്കി എണ്ണ ഒഴിക്കാം. എണ്ണ 1 ടേബിൾ സ്പൂൺ ചൂടായതിനു ശേഷം നമുക്ക് സവാള ഇതിലേക്കിട്ട് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരല്പം വെളുത്തുള്ളി ഇഞ്ചി കൂടി ചതച്ചതിട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒരു 6-7 അല്ലി വെളുത്തുള്ളി ചതച്ചതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും വേണം ചേർത്ത് കൊടുക്കാൻ. ഇതിൻ്റെ പച്ചമണം മാറി വന്നതിന് ശേഷം ക്യാരറ്റ് ഇട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 2 തണ്ട് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. വഴുതനങ്ങ കൂടിയിട്ട് ഇളക്കി യോജിപ്പിച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. വഴുതനങ്ങയിൽ ധാരാളം വെള്ളം ഉള്ള വെജിറ്റബിളാണ് ഈ വഴുതനങ്ങ. അതുകൊണ്ട് നമ്മൾ അഡീഷണലായിട്ട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചാൽ മാത്രം മതി. 3 മിനിറ്റിനുള്ളിൽ വെന്ത് കിട്ടുന്ന ഒരു വെജിറ്റബിളാണ് വഴുതനങ്ങ. മൊത്തം 5 മിനിറ്റ് മാത്രമേ എടുക്കുന്ന ഒന്നാണ് ഈ വഴുതനങ്ങ റെസിപ്പി. ഉറപ്പായിട്ടും നിങ്ങൾ തയ്യാറാക്കി നോക്കണം. ചോറിനൊപ്പം കഴിക്കാനായിട്ട് നല്ല രുചിയാണ്. ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട്. ഈ ക്യാരറ്റിൻ്റെ മധുരവും വഴുതനങ്ങയും കൂടി ചേരുമ്പോഴും ഒരു പ്രത്യേക രുചിയാണ് ഇത് കഴിക്കാനായിട്ട് കേട്ടോ. അതുകൊണ്ട് മിസ് ചെയ്യാതെ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടണം. അതുപോലെ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. രണ്ടാമത്തെ റെസിപ്പി കറിക്കായ. നമ്മൾ അവിയലൊക്കെ വയ്ക്കാനായിട്ട് എടുക്കുന്ന കായയാണിത്. ഇത് ആദ്യം തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞ് ആദ്യമേ ഒന്ന് വാഷ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കാം. ഇത് വാഷ് ചെയ്യേണ്ട ആവശ്യം ഒന്നും തന്നെയില്ല. കറിക്കായയിൽ ധാരാളം അയൺ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് വെറുതെ വാഷ് ചെയ്ത് അരിഞ്ഞതിന് ശേഷം നിങ്ങൾ കഴുകണ്ട. അരിയുന്നതിന് മുമ്പ് തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുത്താൽ മാത്രം മതി. അരിഞ്ഞ ഉടനെ നമ്മൾ തയ്യാറാക്കുന്നത് കൊണ്ട് കായ കറുത്തൊന്നും പോകത്തില്ല കേട്ടോ. എണ്ണ ചൂടായതിനു ശേഷം 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്, 1/4 ടീസ്പൂൺ കടലപ്പരിപ്പ്, എന്നിട്ട് നമ്മുടെ വെളുത്തുള്ളി കൂടി ഇട്ട് ഇളക്കി യോജിപ്പിച്ച് പച്ചമണം മാറിയതിന് ശേഷം കായ ഇതിലേക്കിട്ട് 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചില്ലി ഫ്ലേക്സ് നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ നമ്മുടെ വറ്റൽ മുളക് ഉണക്കിയെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് പൊടിച്ചാൽ മാത്രം മതി. ചില്ലി ഫ്ലേക്സ് റെഡിയായി. എന്നിട്ട് നമുക്ക് 2 മിനിറ്റ് അടച്ചു വയ്ക്കാം. 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അടപ്പ് തുറന്ന് ഒരു കയ്യിൽ ഒരല്പം വെള്ളം ഒന്ന് ഇതുപോലെ തളിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും 2 മിനിറ്റ് അടച്ചു വയ്ക്കാം. ലോ ഫ്ലെയിമിൽ മാത്രം വയ്ക്കണം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വയ്ക്കരുത്. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന വെജിറ്റബിളാണ്. അതുകൊണ്ട് ഹൈ ഫ്ലെയിമിലൊന്നും വയ്ക്കരുത്. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ കരിഞ്ഞു പോകും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ മാത്രം വെച്ചാൽ മതി. 2 മിനിറ്റിനുള്ളിൽ നല്ല പുട്ടുപോലെ വെന്ത് കിട്ടും. ഇത് വെറുതെ കഴിക്കാൻ നല്ലതാണ് കേട്ടോ. കറിക്കായ ഇതുപോലെ തയ്യാറാക്കിയ 4 മണി സമയത്ത് നമുക്ക് ഒരു സ്നാക്ക് രൂപത്തിലും കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ കറിക്കായ. മൂന്നാമതൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഇത് നമുക്ക് ഡിന്നറിനും ഇതുപോലെ തയ്യാറാക്കി കഴിക്കാം. 2 ടേബിൾ സ്പൂൺ ഗോതമ്പ്, 2 മുട്ടയും, 1 സവാള ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, 1 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരല്പം മല്ലിയിലയും കറിവേപ്പിലയും, 1 സ്പൂൺ ബിരിയാണി മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, കുരുമുളക് ഇതുകൂടി ഒരല്പം കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഇതിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് ആദ്യം ഒരു പാത്രം അടുപ്പിൽ വയ്ക്കണം. ഒരു തവ ഏതെങ്കിലും അടുപ്പിൽ വെച്ചതിന് ശേഷം നല്ലതുപോലെ ചൂടായതിന് ശേഷം അതിൻ്റെ മുകളിൽ വേറൊരു പാൻ ഇതുപോലെ വെച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്ക് അടച്ച് വയ്ക്കാം. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചതിന് ശേഷം വീണ്ടും ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാം വേറൊരു പാനിൽ. നിങ്ങൾക്ക് പാൻ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും പാത്രത്തിൽ ഇതുപോലെ എണ്ണ എന്തെങ്കിലും ഒഴിച്ച് ഗ്രീസ് ചെയ്തതിന് ശേഷം ഒഴിച്ച് നിങ്ങൾക്ക് ഇതുപോലെ തവയുടെ ഏതെങ്കിലും ഒരു പാത്രം അടിയിൽ ഏതെങ്കിലും ഒരു പാത്രം വച്ചിട്ട് സ്റ്റൗ ആദ്യം പറ്റിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു പാത്രം വെക്കണം. ആ പാത്രം നല്ലതുപോലെ ചൂടായതിനു ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ ഏത് പാത്രത്തിലാണോ അത് ഒഴിക്കുന്നത് ഒഴിച്ച് വെച്ച് കൊടുക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.